ഔലിയാക്കളുടെ മാസം എന്ന പേരിൽ അറിയപ്പെടുന്ന പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസത്തിലാണ് നമ്മളുള്ളത് അല്ലേ. ഈ പരിശുദ്ധ മാസം കടന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പതിവാക്കിയിരുന്ന ദിക്റുകളിലേക്ക് നമ്മൾ കടന്നാൽ ഔലിയാക്കൾ ആസ്വദിച്ചതുപോലെ സമാധാനം ആസ്വദിക്കാൻ നമുക്ക് പറ്റൂലേ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട 360 കുത്തുബുകൾ പതിവാക്കിയിരുന്ന ഒരു ഇസ്മ നമുക്കൊന്ന് പഠിക്കാം. ഈ ഇസ്മ നമ്മൾ ഈ പറയുന്ന എണ്ണത്തിൽ നിങ്ങളൊന്ന് ചൊല്ലിയാൽ എത്ര വലിയ മാരക രോഗവും അള്ളാഹു മാറ്റിത്തരും, എത്ര വലിയ ടെൻഷനും അള്ളാഹു നീക്കിത്തരും. മക്കൾ നന്നാകുന്നില്ലേ, കല്യാണം നടക്കുന്നില്ലേ, കുഞ്ഞുങ്ങളില്ലേ, എന്തോ ആയിക്കോട്ടെ, ഏത് പ്രശ്നമാണോ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്, ഈ ഇസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ മാറും, ഉറപ്പായും മാറും. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പഠിപ്പിക്കാൻ. അപ്പോൾ ഏതാണ് ആ ഇസ്മെന്ന് പഠിക്കണം. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെ പടച്ചവൻ മാറ്റിത്തരട്ടെ. ഈ ഹംദ് പറയുന്നതിലൂടെ എത്രയോ വലിയ സങ്കടങ്ങൾ നീങ്ങിയ നിരന്തരം ഒരുപാട് സന്തോഷങ്ങൾ പലരും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി അയച്ച മെസ്സേജ് ഇങ്ങനെ വായിച്ചപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞുപോയി. ഉസ്താദെ, കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷത്തോളമായിരുന്നു. 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങൾ കയറാത്ത ഹോസ്പിറ്റലുകളില്ല, കേൾക്കാത്ത കുത്തുവാക്കുകളില്ല. മക്കളില്ലാത്തതിൻ്റെ പേരിൽ പൊട്ടിക്കരഞ്ഞ് നിരന്തരം എത്രയോ തഹജ്ജുദിൽ ഒരു പക്ഷേ കഥകളിലൊക്കെ കേൾക്കുന്നത് പോലെ എൻ്റെ കണ്ണുനീർ കൊണ്ട് എൻ്റെ മുസല്ല നനഞ്ഞിട്ടുണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത്ര കരഞ്ഞിട്ടുണ്ട് ഉസ്താദെ. ഞാൻ സ്വബാഹുൽ ഖൈർ വന്നതിന് ശേഷമാണ് ഹംദ് പറയാൻ പഠിച്ചത്. ഹംദ് മനസ്സറിഞ്ഞ് എങ്ങനെ പറയണമെന്ന് പഠിച്ചത് സ്വബാഹുൽ ഖൈറിലൂടെയാണ്. അൽഹംദുലില്ലാ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. എന്നാൽ പോലും ഞങ്ങളൊരു പ്രഗ്നൻസി ടെസ്റ്റർ വാങ്ങി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അൽഹംദുലില്ലാ, പോസിറ്റീവാണ്. ഞാൻ ഗർഭിണിയാണ് എന്നുള്ളൊരു സന്തോഷം ഉസ്താദിനെയാണ് ആദ്യം അറിയിക്കുന്നത്. എൻ്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ വാപ്പയോട് പറഞ്ഞിട്ടില്ല. എൻ്റെ ഭർത്താവ് ഇത് അറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് വേഗം ഉസ്താദിനെ നീ അറിയിക്കണമെന്നാണ്. അൽഹംദുലില്ലാ, കേട്ടപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞുപോയി. ഹംദ് അത്ഭുതമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഹംദിൻ്റെ ഫലം സ്വബാഹുൽ ഖൈറിലൂടെ ആസ്വദിക്കാൻ, അതനുഭവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ വഫാത്ത് സംഭവിച്ച മാസമാണ് റബീഉൽ ആഖിർ അല്ലേ. ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് ബായ്ക്കൂടാ ഉത്തിരം ചെയ്യും ഞാനെന്നോവർ. ബിൽ ഖുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. പണ്ട് മുതലേ റബീഉൽ ആഖിർ എന്ന് പറഞ്ഞാൽ അത് മൊയ്‌ദി ഷെയ്ഖിൻ്റെ മാസം എന്നാണ് കാരണവന്മാർ പറയാം. ഗൗസുൽ ആദം തങ്ങളുടെ മാസം. ഇന്ന് അതിവിശിഷ്ടമായ അതിമനോഹരമായൊരു ദിക്ർ, ഒരു ഇസ്മ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ. ഔലിയാക്കൾ പതിവാക്കിയിരുന്ന ദിക്റാണ്. എന്താ ദിക്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹു ഖുർആനിൽ പറയാണ് ദിക്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? നിങ്ങളുടെ കൽബിൽ എത്ര വലിയ ടെൻഷനാണെങ്കിലും അള്ളാഹു അത് മാറ്റിത്തരും. എന്തൊക്കെ ടെൻഷൻ നിങ്ങൾക്കുണ്ട്? മക്കളെ കെട്ടിക്കണ വിഷയമാണോ? ഇനി കടം കയറി പ്രശ്നത്തിലാണോ? മാരക രോഗത്തിലാണോ? അല്ലെങ്കിൽ മക്കൾ അനുസരിക്കുന്നില്ലേ, മക്കൾ നന്നാകുന്നില്ല എന്നുള്ള സങ്കടമാണോ? എന്തോ ആയിക്കോട്ടെടോ, ടെൻഷനൊക്കെ ഈ ദിക്ർ കൊണ്ട് അള്ളാഹു മാറ്റിത്തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പം അള്ളാഹിൻ്റെ ഔലിയാക്കളെക്കുറിച്ച് സൂറത്ത് യൂനുസിൽ പറയുന്നത് കാണാം. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആരാണ് അള്ളാഹിൻ്റെ ഔലിയാക്കൾ? അവർക്ക് ടെൻഷനില്ല, അവർക്ക് സങ്കടങ്ങളില്ല. ടെൻഷനുമില്ല, സങ്കടമില്ല. അങ്ങനെയുള്ളവരാണ് അള്ളാഹിൻ്റെ ഔലിയാക്കൾ. എന്തേ അങ്ങനെ ആകാൻ കാരണം? അവർ ദിക്റിലേക്ക് ഇറങ്ങിയവരാണ്. അവരുടെ കൽബ് മുഴുവൻ പടച്ചോൻ്റെ ദിക്റാണ്, അള്ളാഹിൻ്റെ ദിക്റാണ്. ദിക്റുല്ലാഹി മിഫ്താഹുൻ. ആ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? ദിക്റുല്ലാഹി മിഫ്താഹുൻ. ദിക്റുല്ലാ അത് താക്കോലാണ്.
ചാവിയാണ്. നമ്മുടെ കൽബ് തുറക്കണം ആ ദിക്ർ കൊണ്ട്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ചില ആളുകൾ പറയും, ഉസ്താദെ ഞങ്ങളും ദൂരം ദിക്ർ ചൊല്ലിയിട്ടും ടെൻഷനൊന്നും മാറണില്ലല്ലോ ഉസ്താദെ എന്നാണ്. അതിൻ്റെ കാരണം ഞാൻ മുമ്പൊരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കേവലം വായു കൊണ്ട് വെറുതെ ചൊല്ലുന്നവരാണ്. ഇപ്പോൾ ഞാനൊന്നൊരു ഉദാഹരണം പറഞ്ഞില്ല നിങ്ങളോട്. ഒരാൾ കുറേ തവണ പറഞ്ഞു, 33 തവണ പറയാണ് നെയ്ച്ചോറ് 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 33 തവണയായി. പിന്നെ ചിക്കൻ കറി ചിക്കൻ കറി ചിക്കൻ കറി ചിക്കൻ കറി ചിക്കൻ കറി ചിക്കൻ കറി 33. ബീഫ് ഫ്രൈ 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 33. എത്രയായി? 99. പിന്നെ ഇനി പുളിങ്കറിയും കൂടെ ആയി. അൽഹംദുലില്ലാ, അപ്പോൾ 100 ആയി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കൂട്ടിയാൽ ഈ ബീഫ് ഫ്രൈ കൂട്ടിയ ടേസ്റ്റ് കിട്ടിയോ? ഇല്ല. അതെന്താ കിട്ടാഞ്ഞത്? ഞങ്ങളതിനെ തിന്നില്ലല്ലോ, കഴിച്ചില്ലല്ലോ ഉസ്താദേ എന്നാണ്. ഇതുപോലെ എന്തൊട്ടിപ്പോൾ കിട്ടിയത് നിങ്ങൾക്ക്? ഇനിയിപ്പോൾ പതിയെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സംഗതി വെറുതെ അങ്ങനെ ചൊല്ലിയത് കൊണ്ട് നിങ്ങൾക്കൊരു രസവും കിട്ടാനില്ല. ദിക്റിൻ്റെ ടെൻഷൻ ഫ്രീ ആവൂല. കൽബിലേക്ക് ഇറങ്ങണം. കൽബിൽ ദിക്റിലായി നിങ്ങൾ ലയിക്കണം. കൽബിൻ്റെ കണ്ണുകൊണ്ട് അല്ലാഹനെ കാണണം. എങ്കിൽ ഇതൊക്കെ ഫലം ചെയ്യുള്ളൂ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സൂറത്തുൽ വാഖിഅ പതിവാക്കിയാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ്. നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ദാരിദ്ര്യം മാറാൻ വേണ്ടി നമ്മൾ വാക്യം ഓതണം. അങ്ങനെയല്ല മുത്തുനബി തങ്ങൾ പറഞ്ഞത്. സൂറത്തുൽ വാഖിഅ പതിവാക്കിയാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. അപ്പോൾ സൂറത്തുൽ വാഖിഅ പതിവാക്കേണ്ടത് ദാരിദ്ര്യം മാറാനല്ല, പിന്നെ അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹ്ക്ക് വേണ്ടി വാഖിഅ നിങ്ങളിപ്പോൾ ഓതി നോക്കുക. അതിൻ്റെ ബർക്കത്തുകൊണ്ട് പഠിച്ചോ നിങ്ങളുടെ ദാരിദ്ര്യം നീക്കി തരും. മനസ്സിലായി? ഇപ്പോൾ പലയിടങ്ങളിലും ദാരിദ്ര്യം മാറാൻ സ്വലാത്ത്, കടം വീടാൻ സ്വലാത്ത്, ഗൾഫിൽ പോകാൻ സ്വലാത്ത് ഒക്കെ സ്വലാത്താണ്. സ്വലാത്ത് എല്ലാത്തിനും ആപ്റ്റാണ്. പക്ഷേ നമ്മുടെ മനസ്സിൽ പിന്നെ അത് പതിഞ്ഞു. ഈ സ്വലാത്ത് അത് കടം വീടാനുള്ള സ്വലാത്താണ്. പിന്നെ കടം വരുമ്പോൾ ഈ സ്വലാത്തും ഇല്ലാണ്. പക്ഷേ അതുകൊണ്ട് കേവലം കൂലി മാത്രമാണ്. നമുക്ക് അള്ളാനെ കിട്ടൂല, നമുക്ക് സമാധാനം കിട്ടൂല, മുത്ത് ഹബീബിനെ കിട്ടൂല. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ അമലുകൾ ചെയ്യേണ്ടത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. എന്നിട്ട് അള്ളാഹിനോട് ദ്വാരക്ക, പഠിച്ചോനെ ഇതിൻ്റെ ബർക്കത്തുകൊണ്ട് എൻ്റെ കടം വീട്ടി തരണേ അള്ളാഹ്. അപ്പോൾ ആത്യന്തികമായി കൽവിൽ ആരുണ്ടാകണം? അള്ള ഉണ്ടാകണം. അതാണ് നമ്മൾ ഇന്നലെയും പാടിയില്ലേ, അള്ളയെ മാത്രം കൊള്ളടോ മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ, അള്ളയുണ്ടെങ്കിലുണ്ട് സർവ്വതും ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ ഇന്ന് ആ ദിക്റിൽപ്പെട്ട അള്ളാഹുവിൻ്റെ ഇസ്മും കൂടെയായ ഒരു ഇസ്മു നമ്മൾ പഠിക്കാൻ. അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അത്ഭുതമാണ് അല്ലേ? നമ്മൾ അസ്മാഉൽ ഹുസ്ന പലരും ചൊല്ലാറുണ്ട്. പക്ഷെ അതും ഇപ്പം എങ്ങനെ നമ്മൾ ചൊല്ലണത്? യാ റഹ്മാൻ യാ അള്ളാ, യാ റഹീം യാ അള്ളാ. എന്തിനാ നമ്മൾ അള്ളാനെ വിളിച്ചത്? ഇതൊക്കെ ചൊല്ലിയിട്ട് പഠിച്ചോനെ ഈ അസ്മാഉൽ ഹുസ്ന കൊണ്ട് എൻ്റെ കടം വീട്ടണേ അല്ല, കടം വീട്ടണേ അല്ല, മക്കളെ കെട്ടിക്കണേ അല്ല, ഇതൊക്കെ ചോദിക്കാം. പക്ഷെ ആത്യന്തികമായി ഇതൊന്നും അല്ല. പടച്ചോൻ ഇഷ്ടപ്പെടുന്നത് ഇതൊന്നും അല്ല. നിങ്ങൾക്ക് ചോദിക്കാം, അത് പടച്ചോനേ ഉള്ളൂ നമുക്ക് ചോദിക്കാനായിട്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി അള്ളാഹ്ക്ക് ഇഷ്ടം വേറൊരു സംഗതിയല്ലേ? ഞാൻ നിങ്ങളോട് മുമ്പൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഭർത്താക്കന്മാർ എവിടെയെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോകാൻ നേരത്ത് ദൂരെ പോവാണ്. അപ്പോൾ കെട്ടിയോളോട് ചോദിക്കാൻ, നിനക്കെന്താടി ഞാൻ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരേണ്ടത്? അത് നിങ്ങൾ വരുമ്പോൾ എനിക്കൊരു മാല മേടിക്കണം, എനിക്കൊരു ഡ്രസ്സ് മേടിക്കണം, എൻ്റെ നൈറ്റ് കീറിയിരിക്കണം, നൈറ്റ് മേടിക്കണം, എനിക്ക് നല്ല അത് വേണം ഇത് വേണം. ഇതൊക്കെ നിങ്ങൾക്ക് ഭർത്താവ് വാങ്ങിത്തരും, കുഴപ്പമൊന്നുമില്ല. പൈസ ഉണ്ടെങ്കിൽ അവൻ എന്തിനും തയ്യാറാണ്. പക്ഷേ ഭർത്താവ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മറുപടി ഉണ്ട്. അതെന്താ? എനിക്ക് എൻ്റെ ഇക്കൂന മതി, അല്ലെങ്കിൽ എൻ്റെ കാക്കൂന മതി, കാക്കാന മതി, കാക്ക വേഗം നിങ്ങൾ വന്നാൽ മതി. കാക്ക വേഗം വന്നാൽ മതി. ഇങ്ങനെ പറയുന്നൊരു ഭാര്യനെ അവനിങ്ങനെ താഴ്ത്ത് നിർത്താതെ കൊണ്ടു നടക്കും. മനസ്സിലായോ? അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം മക്കളെ. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മളെ പടച്ച റബ്ബ് അവൻ ഇഷ്ടപ്പെടുന്ന മറുപടി എന്താ? എനിക്ക് നിന്നെ വേണം അല്ല, നിന്നെ കിട്ടണം അല്ല, ഈ കൽബൊന്ന് തുറന്നു തരണം അല്ല. അല്ലേ? ഇന്നലെ നമ്മൾ നമ്മുടെ മജ്ലിസിലും ഈ വിഷയം പറഞ്ഞിരുന്നു. മജ്ലിസ് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് താഴെയുണ്ട്. എന്തായാലും കണ്ടാൽ ദിക്റുകൾ അത്ഭുത ദിക്റുകളാണ് അതിൽ ചൊല്ലിയിട്ടുള്ളത്. ഔലിയാക്കളൊക്കെ പതിവാക്കുന്ന ദിക്റുകളാണ്. അത് ചൊല്ലി കൽബ് തുറന്നു കിട്ടാൻ അള്ളാഹിനോട് ദ്വാരക്കണം. പടച്ചോൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമ്മൾ അള്ളാഹിനെ കിട്ടിയാൽ എല്ലാം കിട്ടും. അപ്പോൾ ഈ ദിക്റുകളൊക്കെ ചൊല്ലുമ്പോൾ ആത്യന്തികമായി എന്ത് വേണം കൽബിൽ? എനിക്ക് നിന്നെ കിട്ടണം അല്ല. പ്രേമിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തൊട്ട് ചോദ്യമാണ് ഉസ്താദേ, സ്വഭാവ ലെയറിൽ വന്നിരുന്ന്. പ്രേമിച്ചിട്ടില്ലേ? നിങ്ങൾ കാട് കയറി കോളേജിലേക്ക് സ്കൂളിലേക്കൊന്നും പോകണ്ട. കെട്ടിയോനെ പ്രേമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കെട്ടിയോളെ പ്രേമിച്ചിട്ടുണ്ടോ? അത് മതി. ഞാനതാ ഉദ്ദേശിച്ചത്. പ്രണയിക്കണം. കല്യാണത്തിന് മുമ്പുള്ള പ്രണയമൊക്കെ ഹറാമാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട.
കല്യാണം ഉറപ്പിച്ചാൽ പ്രേമിക്കാവുന്നതാണ്. കല്യാണം ഉറപ്പിച്ചാൽ നിങ്ങൾ കാണാതെ കൽബുകൊണ്ട് പ്രേമിച്ചോ, പക്ഷേ ഫോൺ വിളിച്ചിട്ടുള്ള പ്രണയം ഹറാമാണ്. തനിച്ച ഹറാമാണ്. ആ വിളിയിലൂടെ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നാൽ നിക്കാഹിന് മുമ്പുള്ള സംസാരം, പരിധിവിട്ട സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാണലും, ഇതൊക്കെ നിക്കാഹിന് മുമ്പ് ഹറാമാണ്, നിഷിദ്ധാണ്. പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാം, സംസാരിക്കാം. പെണ്ണ് കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നീടുള്ള കാണൽ അത് നിഷിദ്ധാണ്. അങ്ങനെ നിരന്തരം കണ്ട് നിരന്തരം ഫോണിലൂടെയൊക്കെ സംസാരിച്ച് വരുന്നൊരു കല്യാണ ജീവിതം അത് ബർക്കത്തുണ്ടാവില്ല, സമാധാനം പടച്ചൊന്നും തരൂല. മനസ്സിലായോ? പിന്നെ ആരാ തൗബ ചെയ്യണേ? അപ്പോൾ അതിൽ നിന്നൊക്കെ സൂക്ഷ്മത പാലിക്കണം കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്രണയം അത് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള സംഗതിയാണ്. എന്നാൽ അള്ളാനെ പ്രേമിച്ചിട്ടുണ്ടോ? ഒന്ന് പ്രണയിച്ചു നോക്ക്, നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റും അല്ലേ? ഈ പ്രണയിക്കണ സമയത്ത് ഈ പേരുകൾ ഇല്ലേ, നമ്മൾ പ്രണയിക്കുന്ന ആളുടെ പേര് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അത് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിഞ്ഞ ആദ്യത്തിലൊക്കെ ചിലപ്പോൾ കെട്ടിയവൻ്റെ പേര് ഇങ്ങനെ പേരൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടും. കഴിഞ്ഞ തുടക്കത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, പിന്നെ അങ്ങോട്ട് നമ്മൾ പറയണ്ട അല്ലേ? പക്ഷെ അങ്ങനെയല്ല, മരിക്കുവോളം വേണം പ്രണയം, നാളെ പരലോകത്തും വേണം പ്രണയം. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ. ഭർത്താവും ഭാര്യയും നല്ലവരാണെങ്കിലേ സ്വർഗത്തിൽ അവിടെ ഇങ്ങനെ ഒരു കട്ടിലിൽ, സപ്രമഞ്ച കട്ടിലിൽ അവരിങ്ങനെ ഇരുന്ന് ആടുന്നതാണ്. യാ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അള്ളാനെ പ്രണയിച്ചു നോക്കി ആ പേര് പറയുമ്പോൾ പോലും കൽബിലൊരു വല്ലാത്തൊരു പ്രകമ്പനം. ഏതാണ് നമ്മളിന്ന് പഠിക്കുന്ന ഇസ്മ്? അള്ളാൻ്റെ ഔലിയാക്കൾ പതിവാക്കിയിരുന്ന, കുത്തുബുകൾ പതിവാക്കിയിരുന്ന ഒരു ഇസ്മുണ്ട്. യാ സലാമു യാ അല്ലാഹ്, 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 യാ സലാമു യാ അല്ലാഹ്. ഈ സലാം എന്ന ആ ഒരു നാമം രക്ഷപ്പെടുത്തുന്നവനായ അള്ളാഹു അല്ലേ? എത്ര വലിയ അപകടത്തിൽ നിന്നും രക്ഷയാണെന്നാണ് മഹാനായ ഇമാം യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നിങ്ങൾ എത്ര വലിയ കുടുക്കിൽപ്പെട്ട് നിൽക്കുകയാണ്, മുമ്പിൽ ആത്മഹത്യ വഴിയുള്ളൂ. അങ്ങനൊരു ഘട്ടം നിങ്ങൾ ആഴ്ന്നു പോവാണ്, അങ്ങനൊരു ഘട്ടം പടച്ചോ നിങ്ങളങ്ങ് പിടിക്കും. ഈ ഇസ്മ പതിവാക്കുന്നൊരു മനുഷ്യനെ, എത്ര വലിയ കുടുക്കിൽ കിടന്നിട്ട് ഒരാൾ 1000 തവണ ഈ ഇസ്മ ചൊല്ലുന്നുണ്ടോ? 1000 തവണ ചൊല്ലാൻ പറ്റില്ല, വേറെ എണ്ണങ്ങളൊക്കെ ഞാൻ പറയാട്ടോ. എത്ര വലിയ കുടുക്കിലാണെങ്കിലും ആ കുടുക്കിൽ നിന്ന് അള്ളാഹു നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും. അള്ളാഹ്ക്ക് വേണ്ടി ചൊല്ലിക്കോ. എന്നിട്ട് അള്ളാഹിനോട് ദ്വാരക്ക, പടച്ചോനെ ഈ ഇസ്മിൻ്റെ ബർക്കത്തുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങളൊക്കെ നീക്കി തരണേ അല്ലാ. എത്ര വലിയ കുടുക്കാണ്. നാളെ നിങ്ങളുടെ വീട് ജപ്തി ചെയ്യുന്നുണ്ടെങ്കിൽ ഇഖ്ലാസ് ഉണ്ടോ, ഉറപ്പുണ്ടോ, തഖ്വയുണ്ടോ, പടച്ചോനെ വിശ്വാസമുണ്ടോ? ഇന്നൊരു 1000 തവണ ചൊല്ലിയിട്ട് നിങ്ങൾ സഹായം തേടേണ്ടവരൊക്കെ സഹായം ചോദിച്ചു, അള്ളാഹു അതിനുള്ള വഴിയൊരുക്കി തരും. അള്ളാഹു അതൊക്കെ എളുപ്പാക്കി തരും. റബ്ബുൽ ആലമീൻ നമ്മളെ കൈപിടിക്കും എന്നുള്ളത് ഉറപ്പല്ലേ? യൂനുസ് നബി ആഴങ്ങളിലേക്ക് താഴ്ന്നു പോയി, കടലിൻ്റെ അകത്ത് മത്സ്യത്തിൻ്റെ വയറ്റിൽ പോയ യൂനുസ് നബി അള്ളാഹ് പൊക്കിക്കൊണ്ടുവന്നെങ്കിൽ പിന്നെയാണ് നമ്മുടെ ജപ്തിയും മറ്റു കാര്യങ്ങളൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? ഇനി അതുപോലെ നിങ്ങൾ എത്ര വലിയ രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിലും, ഇത്ര വലിയ രോഗം നിങ്ങളിലുണ്ടെങ്കിലും, ക്യാൻസർ ബാധിതനാണോ, അല്ലെങ്കിൽ ക്യാൻസർ ബാധിതയാണോ, അല്ലെങ്കിൽ വേറെ രോഗങ്ങളുണ്ടോ, ഡെയിലി ഇതിൻ്റെ ഒരു അതതുണ്ട്. ഈ ഓരോ ഇസ്മിനും അതതുകളുണ്ട്. ഈ ഇസ്മിൻ്റെ അതത് 131 തവണയാണത്രേ. അപ്പം ഡെയിലി 131 തവണ സുബഹിക്ക് ശേഷം ഇങ്ങനെ പതിവായി ഓദിക്കോ, നിങ്ങളുടെ രോഗങ്ങൾ അള്ളാഹു നീക്കിത്തരും. അതുപോലെ ഇൻറ്റേർണൽ ഓർഗൻസിന്, നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്ക് ഈ ഇസ്മ പതിവാക്കുന്ന മനുഷ്യന് ആന്തരിക അവയവങ്ങൾക്ക് രോഗങ്ങൾ വരില്ല എന്ന് പോലും ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് നെഞ്ചുവേദന വന്നു, ഗ്യാസാണെന്ന് കരുതി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് ആൻജിയോഗ്രാം ചെയ്യണം, ബ്ലോക്ക് ഉണ്ട്, എത്രയും പെട്ടെന്ന് സർജറി വേണമെന്നൊക്കെ പറയണത്, ഞെട്ടിപ്പോവും. ചിലപ്പോൾ കാലിൽ നീരുണ്ട്, ഇങ്ങനെ നീരും വെച്ചുകൊണ്ടിരുന്നു, കുറേ നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ കിഡ്നി തകരാറിലാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഈ യാ സലാമു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ ഡെയിലി 131 തവണ പതിവാക്കുന്ന ആളാണെങ്കിൽ ഇത്തരം ഇൻറ്റേർണൽ ഓർഗൻസിന്, ആന്തരിക അവയവങ്ങളുടെ രോഗം വരുന്നതിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി രോഗികളെ നമ്മൾ കാണാൻ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 131 തവണ അവർക്ക് മന്ത്രിച്ചു കൊടുക്കാം, വെള്ളത്തിൽ മന്ത്രിച്ചോ അല്ലാതെയൊക്കെ മന്ത്രിച്ചു കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാലൊന്ന് ഹൈറായത് സംഭവിക്കും. ഒന്നുകിൽ മരണം എളുപ്പമാകും, അല്ലെങ്കിലോ ശിഫയാകാൻ സാധ്യതയുള്ള രോഗമാണെങ്കിൽ അതിന് ദീർഘായുസ് അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ശിഫയാക്കി കൊടുക്കും, അല്ലെങ്കിലോ നല്ല മരണം കിട്ടും. ഇപ്പം രണ്ടായാലും ഹൈർ തന്നെയല്ലേ? അപ്പോൾ 131 തവണ ഡെയിലി, എന്തോ ആയിക്കോട്ടെ, സമ്പത്തില്ലേ, ദാരിദ്ര്യമാണോ, 131 തവണ ഡെയിലി പതിവാക്കിക്കോ. മക്കൾ നന്നാകാൻ അങ്ങനെ പതിവാക്കിക്കോ. വിവാഹം നടക്കുന്നില്ല, പതിവാക്കിക്കോ. വീടില്ല, പതിവാക്കിക്കോ. 131 തവണ യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഈ മാസം നഷ്ടപ്പെടുത്തി കളയരുത്, ഔലിയാക്കളുടെ മാസമാണ്. അപ്പോൾ ഇന്നത്തെ രാത്രി നടക്കുന്ന മജ്ലിസിൽ കൃത്യം 7:15 എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. തിരക്കുകളൊക്കെ മാറ്റി വെച്ച് പങ്കെടുക്കണം. നമുക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മദ്ഹൊക്കെ ചൊല്ലി
അള്ളാഹുവിലേക്ക് കൈ ഉയർത്തണം. അള്ളാഹിൻ്റെ ഔലിയാക്കളിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് ചൊല്ലുമ്പോൾ പടച്ചോന് നമ്മളെ ഭയങ്കര ഇഷ്ടമാകും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. രണ്ടുപേര് ചൊല്ലിക്കേ. ശൈലില്ലാ അബ്ദൽ ഖാദിർ വിൽ മദദ് യാ ജീലാനി ബാസുല്ലാഹി അബാ സാലിഹ് യാ സാഹിബൽ ബുർഹാനി അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അംദാദക യാ ജീലാനി നബ്റ ജീലാനിയാ أنت الباز رباني شيخ القادرية الله 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 عليه توكلوا أمدادك يا رفاعي نظر رفاعية شيخي بالعرج راعي أحباب الصوفية الله 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 عليه توكلوا. ഔലിയാക്കളുടെ മദദ് ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ മറക്കരുത്. ഫലസ്തീനിൽ വല്ലാത്ത പ്രയാസത്തിലാണ്. കുഞ്ഞുമക്കൾ പോലും യാ അല്ലാഹ് എത്രമേൽ വലിയ വേദനയിലാണ്. നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതെ പ്രയാസപ്പെടുന്നവർ. ആ സമയത്തും അവർ അള്ളാഹിനെ കുറ്റം പറയുന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹിനെ കുറ്റം പറയില്ല അവർ. അള്ളാഹുവിൻ്റെ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ അവർ പോകുമ്പോൾ അവരൊക്കെ വലിയ ദർജയിലെത്തും. നമ്മളോ? നമുക്കുള്ളത് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സംഗതി. അങ്ങ് ആ ദുആ ചെയ്യുമെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? നാളെ പടച്ചോൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ യാ റബ്ബി ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തതിൻ്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ അല്ലാഹ് എന്നാണ്. അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ, നമുക്ക് രക്ഷ നൽകട്ടെ. ആ ഫലസ്തീനിലെ സഹോദരങ്ങൾ അവർക്ക് രക്ഷ ലഭിക്കണമെന്ന നിയ്യത്തിൽ ഒരു സൂറത്തുൽ ഫാത്തിഹ എല്ലാവരും കൂടെ നോദിക്കേ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. പടച്ചവനെ, ഈ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ മോചനം നൽകണേ അല്ലാഹ്. ഖുദ്സിൻ്റെ വിമോചകർക്ക് എളുപ്പം നൽകണേ അല്ലാഹ്. യാ റബ്ബനാ, ശുഹദാക്കൾക്ക് ഉന്നത സ്ഥാനം നൽകണേ അല്ലാഹ്. അവർക്ക് വേണ്ടി ദുആ ചെയ്തതിൻ്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം, സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ പേരെന്താണ്? ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തു അല്ലേ? ഉമ്മുൽ ഖൈർ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. ഉപ്പയുടെ പേരെന്താണ്? ജീലാനി തങ്ങളുടെ ഉപ്പയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ദുആ വസിയത്ത് കണ്ടു. ഉസ്താദെ, എൻ്റെ നാത്തൂന് കിഡ്നി പ്രയാസമായി ഡയാലിസിസ് ചെയ്യുകയാണ്. 2 ചെറിയ മക്കളുണ്ട് എന്നാണ്. ചെറിയ പ്രായമാണ്. യാ അല്ലാഹ്, ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ തന്നെ മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാഹ്. ഈമാനുള്ള മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഒരുപാട് ദുആ വസിയത്തുകൾ, എല്ലാവരുടെയും സങ്കടങ്ങൾ നീ നീക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്.
റഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല. ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് കൽബ് തുറന്നു തരണയല്ല. കൽബിൻ്റെ കണ്ണുകൊണ്ട് നിന്നെ കാണാനുള്ള തൗഫീക്ക് നൽകണയല്ല. നിന്നെ അറിയാനുള്ള തൗഫീക്ക് നൽകണയല്ല. തഖ്വ തരണയല്ല. ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണയല്ല. മക്കളെ നന്നാക്കണയല്ല. ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. അസുഖബാധിതരുണ്ട് പരിപൂർണ സൗഖ്യം നൽകണയല്ല. ആജിലായ ശമനം തരണയല്ല. മാരക രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലയല്ല. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, നീ കൈവെടിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ല. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല. കരുണക്കടലായ തമ്പുരാനെ, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് മോചനം കൊടുക്കണയല്ല. കാവലേകണയല്ല. കണ്ണുനീർ തുടയ്ക്കണയല്ല. ഖുദ്സിൻ്റെ വിമോചകർക്ക് കാവൽ നൽകണയല്ല. പടച്ചവനെ, നീ അഖ്സ മസ്ജിദിൽ നിസ്കരിക്കാൻ ഞങ്ങൾക്കും അവരോടൊപ്പം തൗഫീക്ക് നൽകണയല്ല. അഖ്സയുടെ മോചനം നീ എളുപ്പമാക്കണയല്ല. ഫലസ്തീനിലെ മുസ്ലിം ഉമ്മത്തിൻ്റെ ശത്രുക്കളെ നീ നശിപ്പിക്കണേ തമ്പുരാനെ. കരുണക്കടലായ റബ്ബേ, ഒരുപാട് ആളുകൾ വലിയ പ്രയാസങ്ങളിലാണ്. അസുഖബാധിതരായി ധാരാളം ആളുകൾ, ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാക്കപ്പെട്ടവർ, കിഡ്നി കംപ്ലൈൻ്റ് ആയവർ, ഹൃദ്രോഗം ബാധിച്ചവർ, ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, എല്ലാവർക്കും ശമനം നൽകണയല്ല. പടച്ചവനെ, സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. കബറിടം പ്രകാശപൂരിതമാക്കണയല്ല. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല. ഞങ്ങൾക്ക് നീ പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങൾ തന്ന് പരീക്ഷിക്കല്ലയല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് വിളിക്കല്ലയല്ല. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്കും നീ നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.